എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 27-ാം തീയതി 13/10/2025. ഇന്ന് നമുക്ക് ഒരു നല്ല ദിവസമാകട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ചന്ദ്രന് പ്രാധാന്യമുള്ള ദിവസമാണ്, ശിവന് പ്രാധാന്യമുള്ള ദിവസമാണ്. ശിവക്ഷേത്ര ദർശനം, വ്രതം, തിങ്കളാഴ്ച വ്രതം ഒക്കെ എടുക്കുന്നവർക്ക് ഇന്ന് നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. എല്ലാവരും അവരവരുടെ മതം അല്ലെങ്കിൽ അവരവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക. ഇന്ന് മേടക്കൂറുകാരുടെ ഫലം ഒന്ന് പരിശോധിക്കാം. ഇന്ന് മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പ്രതീക്ഷയുടെ ദിവസമാണ്. ഇന്ന് ഒരുപാട് പ്രതീക്ഷകൾ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്ന് ഭവിക്കാനായി സാധ്യതയുണ്ട്. ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണെങ്കിലും കടം അല്ലെങ്കിൽ ലോൺ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്നതാണ്. ഏതെങ്കിലും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിനനുകൂലമായ സ്പോൺസറെയോ അല്ലെങ്കിൽ അനുകൂലമായൊരു സാഹചര്യവും പുതിയ ബന്ധങ്ങളുമൊക്കെ കണ്ടെത്താനായിട്ട് സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾക്ക് മുന്നോട്ടിറങ്ങിയിരിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സും ചെറിയ ബിസിനസ്സും ഒക്കെ ഇതിൽ പെടുന്നു. ചെറിയ സ്വന്തമായി ജോലി ചെയ്യുന്ന എല്ലാ ആളുകളെയാണ് ബിസിനസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോട്ടൽ മുതലായ കാര്യങ്ങൾ നടത്തുന്നവർക്ക് ഇന്ന് നഷ്ടമായിട്ട് കാണുന്നു. ലോഹം നിർമ്മിതമായ വസ്തുക്കൾ നിർമ്മിക്കുന്നവർക്കും ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. അനായാസേന ചെയ്യാവുന്ന പല കാര്യങ്ങളും വളരെ ബുദ്ധിമുട്ടി ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഇന്നലെ ഉണ്ടായ ചില സംസാരത്തിൻ്റെ ബാക്കിയായി ചില കലഹങ്ങളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. വളരെ കരുതിയിരിക്കുക. തസ്കര ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മോഷണത്തിന് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിച്ചാൽ ഇന്ന് മറ്റ് ചില കാര്യങ്ങളിൽ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് ലാഭകരമായ ദിവസമാണ്. ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കും വലിയ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ ഒരേപോലെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുകൂടാതെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും IT ഫീൽഡിലുള്ളവർക്ക്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇന്ന് ചില തടസ്സങ്ങളും ജോലി ഭാരവും അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ദിവസത്തിൻ്റെ അവസാനത്തോടുകൂടി എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഉച്ചവരെ ചില മാനസിക പ്രശ്നങ്ങളോ ശാരീരികമായ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരീരഭാരം തോന്നുകയും അനായാസേന എന്തെങ്കിലും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നീർവീഴ്ച ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമായിരിക്കുന്നു. അതേപോലെ അലർജി മൂലം കഷ്ടപ്പെടുന്നവർക്ക് അത് വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എന്നാൽ സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷകരമായ മാനസികാവസ്ഥ ഉണ്ടാകുന്ന ദിവസമാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധി, അവരുടെ ജോലിക്കയറ്റം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിലുള്ള ഉയർച്ച, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായി കാണുന്നു. വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കില്ല.
ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ചില ആശങ്കകൾക്കും ചില നിരാശകൾക്കുമൊക്കെ ഇടവരുത്തുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായിരിക്കും. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ IT ഫീൽഡിലുള്ളവർക്ക്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. കായികമായി ജോലി ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച ധനം ലഭിക്കാൻ സാധ്യത കുറഞ്ഞ ദിവസമാണ്. അതേപോലെ ഗ്രഹ ഉപകരണങ്ങൾക്ക് ചില തകരാറുകൾ സംഭവിച്ച് ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചില മാനസിക സംഘർഷങ്ങൾക്ക് അതുമൂലം സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനിവാര്യമായത്. ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഇന്ന് തിങ്കളാഴ്ചയാണ്. ശിവക്ഷേത്ര ദർശനം, ദേവീക്ഷേത്ര ദർശനം ഒക്കെ നല്ല ഫലം തരും. അവരവരുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകാവുന്നതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായേക്കാം. തലേ ദിവസം ഉണ്ടായ ചില തർക്കങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകൾ മൂലമുണ്ടായ ചില മാനസിക ക്ലേശങ്ങളോ ഒക്കെ ഇന്നും അലട്ടിയേക്കാം. ഡിപ്രഷൻ ഉള്ളവർക്ക് അത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ബിസിനസ്സുകാർക്ക് വൈകുന്നേരത്തോടുകൂടി കുറച്ച് നല്ല അനുഭവങ്ങൾ വന്നു ചേരാവുന്നതാണ്. ഗ്രഹോപകരണങ്ങൾക്ക് തകരാറ് മൂലം പണച്ചിലവ് വന്നു ചേരാനായി സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വീട്ടിലെ ഓടയോ അല്ലെങ്കിൽ ഡ്രെയിനേജുകളോ ഒക്കെ പൊട്ടാനോ അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ ഉണ്ടാവാനും ധനനഷ്ടത്തിനുമൊക്കെ സാധ്യത കാണുന്നു. ദൂരദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ അനുകൂലമായ ദിവസമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. അവരുടെ ഭാവി ജീവിതത്തിലേക്ക് ഉതകുന്ന പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കാവുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. എന്നാൽ ഹാർട്ടിന്, വയറിന് ഒക്കെ അസുഖമുള്ളവർക്ക് അത് അധികരിക്കാൻ സാധ്യത കാണുന്നു. അതിന് വേണ്ടതായ ചികിത്സയും മരുന്നുകളുമൊക്കെ മുടങ്ങാതെ എടുക്കേണ്ടതുണ്ട്. ഷുഗർ ഉള്ളവർക്ക് അതിന്ന് വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. മരുന്ന് മുടങ്ങാതെ ചിട്ടയോടുകൂടി എടുക്കുക. ടെൻഷൻ മൂലമുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ഇന്ന് സാധ്യത കാണുന്നു. അതെല്ലാം വളരെ അധികം നിയന്ത്രിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. പങ്കാളിക്കും അത്ര ആരോഗ്യകരമായി നന്നായിരിക്കുകയില്ല. പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നം മൂലം മനക്ലേശമുണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ലാഭം കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന്. ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ചില ഔദ്യോഗിക പ്രശ്നങ്ങൾ മൂലം മാനസിക സംഘർഷം ഉണ്ടാകാൻ ഉദ്യോഗസ്ഥർക്ക് സാധ്യത കാണുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പരീക്ഷാ വിജയത്തിൻ്റെ ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ തുലാക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടത്താനായിട്ട് സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. തടസ്സങ്ങളാണ് കാണുന്നത്. കമിതാക്കൾക്ക് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ശാരീരിക അസ്വാസ്ഥ്യമുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ്. പുതിയ ചികിത്സാ രീതികളൊക്കെ ലഭിക്കാനായിട്ടും അതിന് ആരെങ്കിലും വഴികാട്ടിയായി വരുന്നതുമൊക്കെ ആയിട്ട് കാണുന്നു. ചില പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് വളരെയധികം ആശ്വാസം പകരുന്ന രീതിയിൽ, മനസ്സമാധാനം കൊണ്ട് തരുന്ന രീതിയിൽ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക്, ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ജോലിക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനത്തിലുള്ള കീഴ് ജീവനക്കാരിൽ നിന്നോ ഒക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാനും അവരുമായി തർക്കത്തിലേർപ്പെടാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഏതൊരു
സ്ഥാപനം നടന്നു പോകണമെങ്കിലും അവിടെ തൊഴിലാളികൾ ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾക്ക് സംഘർഷമുണ്ടായാലും എല്ലാവരോടും വളരെ സൗമ്യമായി പെരുമാറിയാൽ നമ്മുടെ പ്രസ്ഥാനം വളരെ ശാന്തമായി മുൻപോട്ട് പോകുന്നതാണ്. ആത്മസംയമനം പാലിക്കുക. ഈശ്വര പ്രാർത്ഥന വളരെ ആനുകൂല്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഇന്ന് വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളെക്കുറിച്ചുള്ള വളരെ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുന്നതാണ്. അവരുടെ വിജയം അല്ലെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത, അവരുടെ വിവാഹകാര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി തന്നെയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കും അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും നല്ല ദിവസമാണ്. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ദിവസമായി കാണുന്നു. അതേപോലെ അനാവശ്യമായ സംസാരം മൂലം ചില പ്രശ്നങ്ങൾ വന്നു ഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. സംസാരം മാത്രമല്ല, നമ്മുടെ എക്സ്പ്രഷനും വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്നു. അതായത് വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ചന്ദ്രൻ നീചനായതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഇമോഷൻ ഉണ്ടായാൽ, ദേഷ്യമാണെങ്കിൽ അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ അവർക്ക് വളരെയധികം അത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ആവശ്യം നമ്മൾ മനസ്സിനെ സന്തോഷിപ്പിച്ച് വയ്ക്കുകയും അതേപോലെ പ്രസന്നവദനരായി ഇരിക്കുകയും ചെയ്താൽ കൂടെ ഉള്ളവർക്ക് അതൊരു പ്രോത്സാഹനമായിരിക്കും. ശ്രദ്ധിക്കുക. വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മൊത്തത്തിൽ വലിയ ദോഷങ്ങളൊന്നുമില്ലാത്തൊരു ദിവസമായിരിക്കും. ഈശ്വരാധീനം ഉണ്ടാകട്ടെ. അത് നമ്മൾ ഇന്ന് ദേവീക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ വളരെ ആശ്വാസം ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ദിവസമായിരിക്കും. കുട്ടികളെക്കുറിച്ച്, കുട്ടികളുടെ വിജയത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ഭവനം വാങ്ങാനുള്ള ഒരു തീരുമാനം വരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മക്കൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായി ചിന്തിക്കുകയും പരിഹാരം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തീർച്ചയായും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഇന്ന് ആശ്വാസം കണ്ടെത്തുന്ന ദിവസമാണ്. ഇന്ന് അതിനു വേണ്ട വൈദ്യസഹായം വളരെ അനുകൂലമായി ലഭിക്കാനെല്ലാം സാധ്യതയുണ്ട്. ശാരീരികമായി ഉണ്ടായിരുന്ന പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്നതോടൊപ്പം തന്നെ മാനസികാരോഗ്യവും വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്ക് ഇന്ന് അത് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് വരണം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാകും. നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് പൂർവ്വജന്മ കർമ്മം അനുഭവിക്കാനാണ്. അപ്പം നമ്മൾ ആ പൂർവ്വജന്മ കർമ്മം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ അതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോയാൽ മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം പൊതുവിൽ നല്ല ദിവസമായി കാണുന്നു. ഉത്സാഹത്തോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്താൽ സന്തോഷകരമായ സമാപനം ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ടെക്നോളജി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണാധിക്യമുള്ള ഒരു ദിവസമാണ്. ചില പ്രതീക്ഷകൾ സഫലമാകുന്ന ദിവസമാണ്. യാത്രയോ ക്ഷേത്ര ദർശനമോ ഒക്കെ കൊണ്ട് മനസ്സിന് സമാധാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പിരിഞ്ഞുപോയ ചില സുഹൃത്തുക്കൾ സൗഹൃദത്തിൽ അടുത്തു വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ, എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അകന്നവർ അടുക്കുമ്പോഴും അടുത്തവൻ അകലുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. വളരെ ശ്രദ്ധയോടുകൂടി അവരെ സ്വീകരിക്കുക. അടുത്തതായി നമുക്ക് അവരുടെ ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ
കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വഷളായിരുന്നെങ്കിൽ ഇന്ന് അതിന് വളരെ ശമനമുണ്ടാകുന്ന ഒരു ദിവസമാണ്. ഇഷ്ടഭക്ഷണം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന വലിയ വലിയ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഭർത്തൃമതികളായ സ്ത്രീകൾക്ക് ഭർത്താവിനെ നിന്ന് സ്നേഹം ലഭിക്കാനും അതേപോലെ കാമിനി കാമുകന്മാർക്ക് സന്തോഷം പങ്കുവയ്ക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇത്. അതേപോലെ സന്താനം ഉണ്ടാകാനായി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഉല്ലാസപരമായ ഒരു ദിവസമായിരിക്കും. ജോലിയിൽ അനായാസേന ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരെ പോലെയുള്ളവർക്കൊക്കെ ധനം കണ്ടെത്താനുള്ള ഒരു സോഴ്സ് തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ നിക്ഷേപകർക്ക് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നടത്തി ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇന്ന് ലാഭം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ലോഹങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ലോഹനിർമ്മിതമായ വസ്തുക്കൾ വിൽക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. മറ്റ് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും. ജോലിഭാരം വർദ്ധിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് ചില ശാരീരിക ക്ഷീണങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും പങ്കാളിയുമായി സന്തോഷം പങ്കുവച്ച് മനസ്സിന് സമാധാനം ലഭിക്കാനായി സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അതേപോലെ ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ചില സങ്കീർണമായ പ്രശ്നങ്ങൾ അലട്ടുന്നുള്ള ആളുകൾക്ക് അതിന് ശാന്തതയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. വൈകുന്നേരത്തോടുകൂടി വളരെ സന്തോഷം അനുഭവപ്പെടുന്ന രീതിയിലുള്ള സുഹൃത്ത് സംഗമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാനായിട്ട് സാധ്യത ഉണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുക. ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അനായാസേന സാധിക്കാനായിട്ട് സാധ്യത കാണുന്നു. ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ. അതേപോലെ ഈശ്വര പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കുക. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ദേവിയെയും ശിവനെയുമാണ്. പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.